മുംബൈയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ 7 വയസ്സുകാരൻ ഒടുവിൽ രക്ഷിതാക്കളുടെ അടുത്തെത്തി. പത്തനംതിട്ടയിലെ ജോർജ് മാത്യുവിൻ്റെ മകൻ ഏബലാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും അരികിൽ മടങ്ങിയെത്തിയത്. ഇവരെ മാതാപിതാക്കളെ കാണാനില്ലെന്നായിരുന്നു ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ളപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞത്. ജീവൻ തിരിച്ചു കിട്ടിയത് വളരെ അത്ഭുതമായെന്ന് ജോർജ് മാത്യുവിൻ്റെ ഭാര്യ നീഷ 24 മുംബൈയിൽ പറഞ്ഞു. നേവിക്കാരുടെ സ്പീഡ് ബോട്ട് വന്നിങ്ങനെ സ്റ്റണ്ടിങ് ഒക്കെ ഇങ്ങനെ വളഞ്ഞു വരുമായിരുന്നു. അന്നേരം അതിലുള്ള ആൾ വിചാരിച്ച് ഇത് ഇടിക്കത്തില്ലെന്ന്, പെട്ടെന്ന് തിരിച്ചെടുക്കാമെന്ന്. പക്ഷെ നേരെ വന്ന് ഇടിക്കുമായിരുന്നു ചെയ്ത് ബോട്ട് വിട്ടത്. പേടിയുടെ ലാഞ്ചന പോലും ഇല്ലാതെയാണ് ഏബൽ ഇപ്പോൾ സംസാരിക്കുന്നത്. ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് വലിയ ദുരന്തത്തെ അതിജീവിച്ചതും. വിദേശത്ത് ജോലിയുള്ള പിതാവ് മടങ്ങിയെത്തിയപ്പോഴാണ് മുംബൈയിലൊന്ന് കറങ്ങാൻ തീരുമാനിക്കുന്നത്. ബോട്ട് യാത്ര ഏബലിന്റെ നിർബന്ധമായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ രക്ഷാബോട്ടുകളിലൊന്നിൽ മകനെ കയറ്റി അയച്ചതാണെന്ന് പറയുന്നു മാതാവ് നിഷ. അത് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൊച്ചിനെ എല്ലാവരും ഞങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഞങ്ങൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും കയറിപ്പോയി. പിന്നെ ലാസ്റ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ലാസ്റ്റിലാണ് കയറിയത്. ആശുപത്രിയിൽ അമ്മയെ കാണാതെ വിഷമിച്ച ഏബലിനെ പോലീസിന്റെ ഇടപെടലാണ് അതിവേഗം രക്ഷിതാക്കളിലേക്ക് എത്തിച്ചത്. ലൈഫ് ജാക്കറ്റുകൾ ആവശ്യത്തിന് ഇല്ലായിരുന്നെന്ന് പറയുന്നുണ്ട് കുടുംബം. പക്ഷേ ഇന്ന് മുംബൈയിൽ നിന്നുള്ള ബോട്ട് സർവീസുകളിലെല്ലാം സ്ഥിതി മാറിയിട്ടുണ്ട്. വലിയ ദുരന്തത്തിന് ശേഷം പിറ്റേ ദിവസം എലിഫന്റ കേവ്സിലേക്ക് യാത്രക്കാരുമായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ബോട്ടാണ് ഇപ്പോൾ കണ്ടത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഏതായാലും ബോട്ടിലുണ്ട്. ഈ ജാഗ്രതയുടെ തുടർച്ചയാണ് ഇനി ഉണ്ടാവേണ്ടത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. എന്തായാലും ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ നമുക്ക് രാവിലെ തന്നെ വലിയ സങ്കടമായിരുന്നു. അപ്പോൾ പക്ഷേ അതൊക്കെ മാറി അവസാനം രക്ഷിതാക്കളുടെ അടുത്ത് ഈ കുട്ടി എത്തിച്ചേർന്നു. അവൻ വളരെ ആത്മധൈര്യത്തോടെ വിശ്വാസത്തോടെ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ നമ്മോട് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ കുട്ടി ഒട്ടും ഭയന്നിട്ടില്ല, സന്തോഷം. മാത്രമല്ല നേവിയുടെ ഒരു സ്പീഡ് ബോട്ട് ഒരു യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് ഇത്രയും ആളുകൾ അവിടെ മുംബൈയിൽ മരിച്ചത്.